ചേച്ചി അതുപോലെ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച 2-3 കാര്യങ്ങളാണ്. ഒന്ന്, സെക്ഷൽ അസോൾട്ട് കേസ് വേർഡിക്റ്റ് വന്നത്. അതേപോലെ തന്നെ ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞ ഫ്രാൻസിലെ ജിസേൽ പെല്ലിക്കോട്ട് അവർ മുന്നോട്ട് വന്നിട്ട് അവർ പറയാണ് ഷെയിം മസ്റ്റ് ചേഞ്ച് സൈഡ്സ്. ഇൻഫാക്ട് യു ഷുഡ് ലുക്ക് അപ്പ് അബൌട്ട് ദ കേസ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കേസാണ്. വേർ ദ ഹസ്ബൻഡ് ഇറ്റ് സെൽഫ് ട്രാഫിക്ഡ് ദ വൈഫ് ടു, അവർക്കറിയാതെ അവരെ ഉറക്കി കിടത്തി. അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കേസസ് ആണ്. ആൻഡ് അവിടെ ഫ്രാൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലീഗൽ മെഷീനറി തന്നെയാണ് ഈ കേസിനെ കണ്ടുപിടിച്ചതും അത് സോൾവ് ചെയ്ത് പുള്ളിക്കാരന് കൺവിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ലീഗൽ മെഷീനറിയിൽ കാണുമ്പോൾ പലപ്പോഴും പല ലൂപ്പ് ഹോൾസിലൂടെ അത് എന്ത് തരത്തിലുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ ദിവസവും നമുക്കറിയാം എത്ര കേസസ് നടക്കുന്നുണ്ട് ഓഫ് സെക്ഷൽ അസോൾട്ട്. അപ്പോൾ ഈ ഒരു ഇക്കോസിസ്റ്റമിൽ നിന്ന് ചേച്ചി ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇത് ചേച്ചിയെ ഡിസ്റ്റർബ് ചെയ്യാറില്ല? ഡസൻറ്റ് ഇറ്റ് മേക്ക് യു ഫീൽ ലൈക്ക് ഡെസ്പറേറ്റ് ദാറ്റ് തിങ്സ് ആർ നോട്ട് റിയലി ചേഞ്ചിങ്? സെക്സ് വർക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ മറ്റു ഓരോ കേസും ഓരോ സ്ത്രീകളുടെയും വരുമ്പോൾ നമ്മൾ ഭയങ്കര മൂവ്മെൻറ്റും കാര്യങ്ങളും കുറച്ചെങ്കിലും, ഭയങ്കര എന്ന് പറയുന്നില്ല, ഉണ്ടാവുമല്ലോ. അത് വേണ്ടെന്നല്ല ഞാൻ പറയണേ. പക്ഷേ ഈ ഓരോ സ്ത്രീയും ഇതേപോലത്തെ അസോൾട്ട് ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഓക്കെ, അത് ഞാൻ പറയാണ്. പക്ഷേ ഇത് ഈ പാട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറയുന്നതിൽ നമ്മൾ വളരെ സേഫ് എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഫാമിലി, ഈ പറഞ്ഞ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സേഫാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ലക്ഷങ്ങൾ കൊടുത്തും ഒരുപാട് ഇത് കൊടുത്തും നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലും അതൊരു സേഫ് സെക്യൂർ പ്ലേസ് എന്നുള്ള രീതിയിലാണല്ലോ. പക്ഷെ അങ്ങനെ അല്ലാത്തത് കാണിക്കുന്നതാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. അതിൻ്റെ അതെ, അതാണ് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് മാര്യേജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റിസ്ക് ഫാക്ടർ ഫോർ വിമൻ എന്നും പറയാറുണ്ട്. ചിലപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല. ചിലപ്പോൾ ഇതൊന്നും ഇല്ലായിരിക്കാം, ചിലപ്പോൾ 60%, 70% ആൾക്കാർ പ്രശ്നമില്ലാതെ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ആ പൊട്ടൻഷ്യൽ ഓഫ് റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം ഈ പറഞ്ഞ ഇത്രയും പേർക്ക് വേണ്ടി പിന്നെ ഇത് ഭാര്യയെ വിറ്റ ഭർത്താവ്, അല്ലെങ്കിൽ ഡൗറിയുടെ പേരിൽ കൊല്ലുന്ന ഭർത്താക്കന്മാർ. അപ്പോൾ ഈ റിസ്ക് എപ്പോഴും അവിടെ നിൽക്കുകയാണല്ലോ. പക്ഷെ ഈ സിസ്റ്റത്തിന് നമ്മളും കൂടെയുള്ള സമ്മതം കൊടുക്കുകയാണ്. എല്ലാ സ്ത്രീകൾ ഇതിന് സമ്മതം കൊടുക്കുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് തയ്യാറല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ, കല്യാണം കഴിക്കാൻ തയ്യാറല്ല, ഡീസെൻറ്റർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. അവിടെ മാറ്റം വരുള്ളൂ, അങ്ങനെ മാറ്റം വരുള്ളൂ. ഇതിന് നിയമം തന്നെ ഇഫക്റ്റീവ് ആകാത്തതെന്നാണ് പലപ്പോഴും. നമ്മൾ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസിനെതിരായിട്ടുള്ളതുണ്ട്, ഡൗറി, ആൻറ്റി ഡൗറി എത്രയോ കൊല്ലം മുമ്പ് ആദ്യ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ കൊണ്ടുവന്ന നിയമമാണ്. ഇതൊന്നും വർക്കാകാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ എല്ലാവരും അതിന് കൊടുക്കുന്ന ഒരു മൗനസമ്മതം കൊണ്ടാണ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ സ്ത്രീയും കൂടി കൊടുക്കുന്ന ഒരു സമ്മതം കൊണ്ടാണ് അതിനങ്ങനെ ഉണ്ടാവുന്നത്. അതിനെ സ്ത്രീകൾ തന്നെ ബ്രേക്ക് ചെയ്യാതെ രക്ഷയില്ല. അവിടെയാണ് ഇപ്പോൾ ഈ കമ്മിങ് ഔട്ടായിട്ട് വരുന്ന സ്ത്രീകളോട് നമുക്ക് തോന്നുന്ന ഒരു ബഹുമാനം. പുറത്ത് വരുന്ന ഓരോ സ്ത്രീയുമാണ്, ഭാവന അടക്കമുള്ളവർ ആണ് നമ്മുടെ വലിയ റെവല്യൂഷൻ. ഞാൻ പറയും, ഇപ്പോൾ നമ്മൾ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ, എല്ലാവരും പറയണമെങ്കിലേ എംപവർമെൻറ്റ്, ബോധവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ക്ലീഷേ പോലെയാണ്. നമ്മൾ കുറേ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തുകൊണ്ട്, ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്ലാസ് എടുത്തു കൊടുക്കും. ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ തന്നെ ഭയങ്കര പവർ ഡിഫറൻസ് ഉള്ള ഒരു സാധനമാണ്. മുകളിൽ നിന്നൊരാൾ പറയുന്നു, താഴെ കേൾക്കുന്നു എന്നുള്ള അതിനേക്കാളൊക്കെ എത്ര വലിയ റെവല്യൂഷനാണ് ഈ സ്ത്രീകൾ, ഓരോ സ്ത്രീയും പുറത്തു വരുന്ന ഷെയിമിനെ വലിച്ചെറിഞ്ഞ്, മുഖംമൂടി വലിച്ചെറിഞ്ഞ്, ഈ അക്യൂസ് ചെയ്യുന്നവരുടെ മുഖംമൂടി വലിച്ചെറിയുന്ന സ്ത്രീ, അതാണ് ശരിക്കും റെവല്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മളിനി സമ്മതം കൊടുക്കുന്നില്ല. സ്ത്രീയുടെ കൂടെ സമ്മതത്തോടു കൂടിയാണ് പാട്രിയാർക്കി എക്സിസ്റ്റ് ചെയ്യുന്നത്. സ്ത്രീ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന നിമിഷം, ഓരോ സ്ത്രീയും റെസിസ്റ്റ് ചെയ്യുന്ന നിമിഷം അത് തകർന്നു പോകും. അത് തകരുമ്പോൾ നമ്മുടെ ഇക്കണോമി അതിൻ്റെ കൂടെ തകരും. എന്ന് വെച്ചാൽ എക്കണോമി പിടിച്ചു നിൽക്കുന്ന സ്ത്രീകളുടെ എക്സ്പ്ലോയിറ്റേഷനകത്താണ്. സ്ത്രീകളുടെ വർക്കിൻ്റെ, റീപ്രൊഡക്റ്റീവ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഉള്ള വർക്കിൻ്റെ മുകളിലാണ് ഈ
സിസ്റ്റം, എക്കണോമിക് സിസ്റ്റം കൂടെ പിടിച്ച് നിൽക്കുന്നേ. വെച്ചാൽ പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് എന്താണ്, ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ. അതിനകത്ത് വേറെ ആരും ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് എടുക്കണ്ടല്ലോ. അവർക്ക് ജോലി കിടക്കണമെങ്കിൽ അതിന് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. അതിന് വരെ നിങ്ങൾ പോയി സ്വയം തൊഴിൽ പോലെ കല്യാണം കഴിച്ച് ജീവിച്ചോ എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് വലിയ സംഭവമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ വാല്യൂ ബേസ്ഡ് ആയിട്ട് ഭയങ്കര അഡ്മയർ ചെയ്ത് വലിയ കാര്യം എന്നുള്ള രീതിയിൽ സമ്മതം കൊടുക്കുന്നിടത്താണ് പ്രശ്നം. ആ സമ്മതം കളഞ്ഞാൽ, പക്ഷേ അപ്പോൾ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്നുള്ളത് ഡെമോക്രാറ്റിക് സ്ട്രക്ചേഴ്സ് ഉണ്ടാകണം, ഡെമോക്രാറ്റിക് സ്പേസസ് ഉണ്ടാകണം, മൊത്തം എംപ്ലോയ്മെൻറ്റ് സ്ട്രക്ചർ മാറണം. ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് ഐ തിങ്ക് സംവെയർ വിമൻ ഹാവ് ടു ഫൈറ്റ് ഫോർ ദ ഒട്ടോണമി. ആ ഒട്ടോണമി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തിക്കും, അത് ആണു പെണ്ണു ഭേദമില്ലാതെ അത് ഒരു ഏജൻസി ഒട്ടോണമി ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ് എന്നും കൂടി തിരിച്ചറിയണം. പക്ഷേ ഇപ്പോൾ വേറൊരു പാരലൽ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റും ഉണ്ട്, വിച്ച് ഇസ് ഓഫ് ദ ട്രാഡ് വൈഫ്, ട്രഡീഷണൽ വൈഫ് കോൺസെപ്റ്റ്, വേ യു സ്റ്റേ അറ്റ് ഹോം, ലുക്ക് ആഫ്റ്റർ ചിൽഡ്രൻ. അതിലെന്താണ് തെറ്റ് എന്ന് പറയുന്ന കുറേ സ്ത്രീകളും കുറേ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ആൻഡ് അതിലൂടെ ഉപജീവനം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് യഥാർത്ഥ ചോയ്സ് ആണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അതിനെ തിരിച്ചറിയാനുള്ള ടൂള് കിട്ടുന്നില്ല. ഒരു വശത്തൂടെ ഈ പറഞ്ഞ പോലെ ഒരു വശത്ത് വിമൻസ് മൂവ്മെൻറ്റ് ശക്തമാകുന്നത് കൊണ്ടും കൂടിയാണ് മറുവശത്ത് ട്രഡീഷൻ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. എന്താണ്, വിളക്ക് അണയുന്നതിന് മുമ്പുള്ള ആളിക്കത്തലെന്നൊക്കെ പറയുമല്ലോ എന്ന് പറയുന്ന പോലെ ഒരു സംഭവം ചേഞ്ച് ചെയ്ത് വരുമ്പോൾ, ട്രാൻസ്ഫോം ഇതായി വരുന്ന സമയത്ത് മറുവശത്ത് മാക്സിമം പിടിച്ചു നിർത്താൻ നോക്കും. ഇതൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടും പാട്രിയാർക്കിയുടെ തന്നെ അതിനകത്ത് ഉണ്ടാകുമായിരിക്കും. പക്ഷേ എല്ലാവരും ഇതിൻ്റെ ഏജൻ്റ് ആകുന്നവരത് തിരിച്ചറിഞ്ഞുകൊണ്ടാവണമെന്നൊന്നുമില്ല. അതിൽ പണ്ട് മുതലേ എങ്ങനെയാണ് സ്ത്രീകൾ ഇതിന് കമ്മിറ്റഡായിട്ട് പോയിട്ടുള്ളത്, വാല്യൂസ് വെച്ചിട്ടാണ്. ഒരു ഫാൾസ് വാല്യൂസ് ഇപ്പോഴും പറയുമല്ലോ. അടുത്തിടയ്ക്ക് എന്നോട് ഒരാൾ പേഴ്സണൽ ഒരു ടോക്കിൽ ചോദിച്ചു, സ്ത്രീകൾ ഭയങ്കര ഉയർന്നവരല്ലേ, എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്, സ്ത്രീകൾ കുറച്ച് ഹയർ ലെവലിൽ നമുക്ക് കണ്ടുകൂടെ എന്ന് പറയുമ്പോൾ അതൊരു സങ്കല്പം മാത്രമാണല്ലോ. സ്ത്രീകൾ ദേവിയാണ്, അമ്മയാണ് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് വാല്യൂസ് ഇല്ലാത്ത വാല്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇതിനെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് റിയലൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു വശത്തുകൂടി അങ്ങനെ വരുന്നുണ്ട്. അപ്പം മറുവശത്ത് അത് പിടിച്ചു നിർത്താൻ നോക്കുന്നതാണ്. അപ്പോൾ പഴയ സങ്കല്പങ്ങൾ തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അവിടെ റിയലായിട്ടുള്ള ചോയ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതിനെ നമ്മൾക്ക് അനലൈസ് ചെയ്യാനുള്ള ടൂള് പലപ്പോഴും ഇല്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇതിന് ഒരു ജെൻഡർ അനാലിസിസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ടോ, ഇതിനെ അനലൈസ് ചെയ്യാനുള്ള ടൂൾ എന്താണ്. ഈ പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ തന്നെ അതുപോലും ടോളറേറ്റ് ചെയ്യാൻ ആളുകൾക്ക് പറ്റില്ല. നിങ്ങൾ എന്ത് ഈ പാട്രിയാർക്കി എന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. വെച്ചാൽ ഇതെവിടെയും പഠിക്കുന്നില്ല. നമ്മുടെ ഭരണഘടന പോലും പഠിപ്പിക്കുന്നില്ലല്ലോ. ഭരണഘടനയിൽ തുല്യത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും എവിടെയാണ് തുല്യത ഇല്ലാത്ത, എല്ലാവർക്കും പോയി സ്കൂളിൽ പഠിച്ചുകൂടെ? പക്ഷേ അതുപോലും പറ്റത്തില്ലായിരുന്നു പണ്ട് എന്നുള്ള കാര്യമുണ്ട്. വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. വോട്ടവകാശവും ഒരുപാട് ഇന്ത്യയിലാണെങ്കിൽ പോലും ആദ്യകാല സ്വാതന്ത്ര്യ സമരത്തിലുള്ള സരോജിനി നായിഡുവിനെ പോലെയൊക്കെ ഉള്ളവർ ഒരുപാട് വാദിച്ചിട്ടാണ് ഇന്ത്യയിൽ ആദ്യമേ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത്. പക്ഷെ അപ്പോഴും പിന്നെ ഈ നിയമസഭ പോലെയുള്ള ബോഡികളിൽ എത്ര റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ അനലൈസ് ചെയ്യാനുള്ള ടൂൾസ് വേണം. ഈ പറയുന്ന ആൾക്കാർ എന്ത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ പറയുന്നത്? വെറുതെ എന്താണ് പറയുക, വെറുതെ ചില തോന്നലുകൾ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ചില ഫീലിങ്സ്, അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല. ഇതിനൊക്കെ സയൻസും അതിൻ്റെ മെത്തേഡ്സും ഒക്കെ ഉണ്ടല്ലോ. ആൻഡ് ഇതിനകത്ത് ഇൻഹെറൻ്റ് ആയിട്ടുള്ളൊരു വലിയൊരു റിസ്ക് ഉണ്ട്. വെൻ യു ചൂസ് ടു ബി എ ട്രഡീഷണൽ വൈഫ് വിത്തൗട്ട് എനി ഇൻകം സോഴ്സ് ഓഫ് യുവർ ഓൺ, നമ്മൾ എവിടെയോ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റും കൂടിയാണ് ഫോർ ആ സസ്റ്റൈനൻസ് ഓൺ ആൻ അതർ പേഴ്സൺ. അപ്പൊ അതൊരു വലിയൊരു റിസ്ക് ആണ്. അത് മുന്നിൽ കാണാതെയാണ് ഒരു പക്ഷേ ഈ തീരുമാനങ്ങളിലേക്ക് സ്ത്രീകളും പെൺകുട്ടികളും എത്തുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു ടൂള് കൊടുക്കുന്നില്ല അവർക്ക്. നമുക്കിത് തിരിച്ചറിയണമെങ്കിൽ ആ തിരിച്ചറിയാനുള്ള ടൂൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ ഇല്ലെങ്കിൽ അവർ ബിലീഫിനകത്തായിരിക്കുന്നത്, വിശ്വാസമാണത്. കല്യാണം കഴിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ മുകളിലല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ
നമ്മളെല്ലാം നോക്കിക്കോളും, അങ്ങനെ കണ്ടീഷനാണ്, അങ്ങനെ പറഞ്ഞ് വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ടല്ലേ പേരൻസ് നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ എന്ന് പറയുന്നത്. മക്കളെ കെട്ടിച്ചു കൊടുത്ത് ഒരു സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആണുങ്ങൾ പറയും, അവൾക്ക് ഞാനൊരു ജീവിതം കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകളല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. ആ വിശ്വാസത്തിനൊരു മെറ്റീരിയാലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ലല്ലോ. ഇപ്പോൾ കുട്ടികൾ ചേഞ്ച് ചെയ്യുന്നു, ഇപ്പോഴത്തെ ജനറേഷൻ ചേഞ്ചും ചെയ്യുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ നിൽക്കുമൊന്നുമില്ല. പക്ഷേ നിൽക്കും എപ്പോഴാണ് അതിൻ്റെ, അതായത് നേരത്തെ പറഞ്ഞു, എക്കണോമിക് സ്ട്രക്ചർ ഇതിൻ്റെ കൂടെ മാറുന്നില്ലെങ്കിൽ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ മാറുന്നില്ല, അവിടെയൊക്കെ ഈ ഡെമോക്രസിയും ഇക്വാളിറ്റിയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ മെറ്റീരിയൽ കണ്ടീഷൻ വേണമല്ലോ. ജോലി ഇല്ലെങ്കിൽ, പിന്നെ സ്വന്തമായി ഒരു ഉപജീവനം ഇല്ലെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പെൺകുട്ടികൾ. അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പണ്ടാണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ അച്ഛനും ഒക്കെ എന്നോട്, അച്ഛന് ജോലി വേണമെന്നുള്ളതാണ് പ്രധാന കാര്യം, പിന്നെ എന്നെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല. അത് ഇങ്ങനെ നടന്നോട്ടെ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നോട് കുട്ടിക്കാലം മുതൽ പറയുന്നത് ജോലി വേണമെന്നാണ്. പക്ഷേ അച്ഛൻ അപ്പോഴും ഒന്നുകിൽ ടീച്ചർ അല്ലെങ്കിൽ ഡോക്ടർ, ഈ 2 ജോലിക്ക് അപ്പുറത്തോട്ട് അച്ഛന് താല്പര്യമില്ല. അപ്പോൾ ടീച്ചർ കോളേജിലോ സ്കൂളിലോ എവിടെയായാലും നല്ല ജോലി, ഡിഗ്രിഫൈഡ് ജോലി. ഡോക്ടറും അതുപോലെ മോഡേൺ മെഡിസിൻ ആയാലും കുഴപ്പമില്ല, ആയുർവേദം ആയാലും കുഴപ്പമില്ല, ഹോമിയോ ആയാലും കുഴപ്പമില്ല, ഡോക്ടർ ആവണം. പക്ഷേ എനിക്ക് സയൻറ്റിസ്റ്റ് ആവാനൊക്കെ ആയിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ്. അതിനിപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും, വേറെ നാട്ടിൽ പോകേണ്ടി വരും, കൺവെൻഷണലല്ല. അപ്പം അങ്ങനെ ആണല്ലോ, അങ്ങനെ നമ്മുടെ ഒരു ലിമിറ്റ് ചെയ്യുന്നത്, നമ്മളെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ചേച്ചി, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി സംസാരിക്കാനുണ്ട്. അതിലൊന്ന് ഞാൻ മാത്രം ടച്ച് ചെയ്യാണ്, വിച്ച് ഐ തോട്ട് വാസ് വെരി റെലവൻറ്റ്. കാരണം നമ്മളിപ്പോൾ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 40സിനപ്പുറം സ്ത്രീകൾ ഡിസപ്പിയർ ചെയ്യാണ്. അവർക്കൊരു അമ്മയുടെ റോളോ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ റോളോ മാത്രമായിട്ട് അവരെ ഒതുക്കി തീർക്കുക. അവരെ സെൻറ്റർ ചെയ്ത് വരുന്ന സിനിമകൾ വളരെയധികം കുറഞ്ഞു. താങ്ക്സ് ടു എ ഫ്യൂ ലീഡിങ് സ്റ്റാർസ് കുറച്ചൊക്കെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മൾ 40സിനപ്പുറം കാണുന്നില്ല, ഒരു 35ക്ക് അപ്പുറം കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസപ്പിയറിങ് ആണ്. അതുപോലെ തന്നെ ഫീമെയിൽ ഡിസയറിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു 35-40ക്ക് ശേഷം ഒരു സ്ത്രീക്ക് ഡിസയറേ ഇല്ല എന്നുള്ള രീതിയിൽ എഴുതിത്തള്ളപ്പെടുകയാണ്. ഇപ്പം നമ്മൾ വെളിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യവും കേരളത്തിൻ്റെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ കേരളത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞു, അവിടെയും ഈ കോൺവെർസേഷൻസ് നടക്കുന്നില്ല. എവിടെയോ ഫീമെയിൽ സെക്ഷുവാലിറ്റി ആസ് കമ്പയർഡ് ടു മെയിൽ സെക്ഷുവാലിറ്റി ഓർ സെക്ഷൽ എക്സ്പ്രഷൻ ഒരു തരത്തിലും വിസിബിലിറ്റി ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും ഭയങ്കര താല്പര്യമുള്ളൊരു ഏരിയ ആണത്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. സ്ത്രീകളുടെ ഇപ്പോൾ ബോഡി ഡിസയർ ആണെങ്കിൽ തന്നെ, നമ്മുടെ ഇറോട്ടിക് ബോഡി ഡിസയർ തന്നെ ഓരോ ഡെക്കേഡ് കഴിയുമ്പോഴും കൂടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ കുട്ടിക്കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, കുട്ടിക്കാലത്തല്ലേ, ആദ്യ കൗമാരപ്രായത് കഴിയുമ്പോഴൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ. ഒന്ന് പ്രഗ്നൻ്റ് ആവുമോ എന്നുള്ള പേടി തന്നെ ഭയങ്കരമായിട്ടുണ്ടല്ലോ. മെനോപോസ് കഴിഞ്ഞാൽ പിന്നെ അത് പേടിക്കേണ്ട, അത് തന്നെ ഭയങ്കര ഒരു ഫ്രീഡമാണ്. പിന്നെ മെച്യൂർ ആകുന്നു, കുറച്ചും കൂടി നമ്മളിതിൽ എക്സ്പീരിയൻസ്ഡ് ആകുന്നു, പേടി പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, പ്രായം കൂടുന്തോറും നമ്മുടെ ഇറോട്ടിക് താല്പര്യങ്ങളും എക്സ്പീരിയൻസും കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ ഇപ്പോഴും എന്താണ്, ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് പോലെ നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, എല്ലാവരും അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. മെനോപോസ് കഴിഞ്ഞാൽ പിന്നെ സെക്സ് ഇല്ല സ്ത്രീകൾക്ക്, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രായം കൂടി വരുംതോറും സ്ത്രീകൾക്ക് സെക്സ് ഇല്ല. പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രയും പ്രായം കുറഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണല്ലോ ഈ കുട്ടികളെ പോലും അബ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പ്രായം കുറഞ്ഞിരിക്കുന്നതാണ് ആണുങ്ങൾക്ക് താല്പര്യം, അത് അവരുടെ താല്പര്യമാണ്. പക്ഷേ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കണ്ടീഷൻഡ് ആകുകയാണ്. എല്ലാവരും ഭയങ്കര വിഷമിച്ചിട്ട്, അയ്യോ പിന്നെ ഇനി മെനോപോസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, ആരും വേണ്ട എന്നുള്ളതാണ്. അതെനിക്ക് മറ്റു കാര്യങ്ങളിൽ എങ്ങനെയാണോ സ്ത്രീകളെ സബ്മിസീവ് ആക്കുന്നത്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മെനോപോസിൽ വരാവുന്ന ഒരു കാര്യം വെച്ചാൽ വജൈന ഡ്രൈ ആവും, കുറച്ച് ഡ്രൈ ആവും. അത് ഫിസിയോളജിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഹോർമോണൽ ചേഞ്ച് വരുന്നതുകൊണ്ട് വജൈന ഡ്രൈ ആവും.
സോ വാട്ട്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. വജൈന ഡ്രൈ ആയാലും വജൈനയിലാണോ നമ്മുടെ ഇറോട്ടിക്സ് മുഴുവൻ ഇരിക്കുന്നത്? അത് പ്രധാനം. ഇപ്പോൾ ഒരുപാട് അതിൻ്റെ കമേഴ്സ്യൽ ആസ്പെക്ട്സും വരുന്നുണ്ട്. ക്ലിനിക്കലി ഇത് പരിഹരിക്കാനാണ് നോക്കുന്നത്. ക്ലിനിക്കലി പരിഹരിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വലിയൊരു സംഭവമല്ലെന്ന് ഞാൻ പറയണേ. ക്ലിനിക്കലി എന്താ പറയുന്നത്, ഈവൻ ലോക്കലായിട്ട് എങ്ങനെ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കാം എന്നുള്ള ഓയിൻമെൻറ്റ്സും അതുപോലെ ചില പ്രൊസീജിയേഴ്സും ചെയ്തിട്ട് ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് സംഭവം. ഇത് ഈ വജൈനയിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ലല്ലോ. ഫസ്റ്റ് ബ്രെയിനിലാണ് നമ്മുടെ സെക്ഷൽ ഡിസയർ ഉണ്ടാകുന്നത്, സെക്ഷൽ തോട്ട് ഉണ്ടാകുന്നത്. അത് എപ്പോഴും ഒരു പെനിട്രേഷൻ വേണമെന്ന് പോലും ഇല്ല. കറക്റ്റ്. അതാണ് വേണ്ടെന്നല്ല, വേണ്ടവർ ആയിക്കൊള്ളട്ടെ. പെനിട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലൂബ്രിക്കേഷൻ്റെ ഒക്കെ സംഭവം വരുന്നുള്ളൂ. ഇറോട്ടിക്സ് തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ്, സെക്ഷൽ എക്സ്പീരിയൻസ് തന്നെ ഏത് ലെവൽ വരെയും കൊണ്ടുപോകാവുന്നൊരു കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഒരു ഡിസ്കഷനും എവിടെയും ഇല്ലല്ലോ. എല്ലാവരുടെയും ഈ ലൂബ്രിക്കേഷൻ എങ്ങനെ കൂട്ടും? എന്തിനാണ് ലൂബ്രിക്കേഷൻ? ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല, അത് ഞാൻ പലപ്പോഴും പല സ്ത്രീകളോടും സൈക്കോളജിസ്റ്റിനോടും അതുപോലെ ഈവൻ ഡെർമറ്റോളജിസ്റ്റ് വരെ പറയാറുണ്ട്. ഒരു ആണിൻ്റെ ഇൻട്രസ്റ്റ് ഒരു സ്ത്രീയിൽ കംപ്ലീറ്റ്ലി ഡിറ്റീരിയോറേറ്റ് ചെയ്ത് പോവുകയാണ് ഒരു 40s. ആൻഡ് ബ്ലെയിം സംഹൗ ഷിഫ്റ്റ്സ് ഓൺ ദ വുമൻ ഓർ ദ റെസ്പോൺസിബിലിറ്റി സംഹൗ ഷിഫ്റ്റ്സ് ഓൺ ദ വുമൻ. അപ്പോൾ ഈ സ്ത്രീ കണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തും വെയിറ്റ് ലോസ് ക്ലിനിക്സിലും കയറി ഇറങ്ങി നടക്കുകയാണ്, സെയിങ് ദാറ്റ് മൈ മാൻ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മീ. പക്ഷെ എനിക്ക് എവിടെയോ അവിടെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുള്ള മോർ ദാൻ ദാറ്റ് ദർ ഇസ് സം ഇഷ്യൂ വിത്ത് ദ ഡിസയർ ഇൻ മെൻ, or that they are not providing the right environment for the woman to flourish or thrive in her sexuality. അതെ, അത് തന്നെയാണ് ആണുങ്ങളുടെ വിചാരം. എന്താണ്, ആണുങ്ങൾ പലപ്പോഴും സ്ത്രീയെ ഈ ഒബ്ജക്റ്റായിട്ട് ആണ് കാണുന്നത്, ശരീരമാണ് കാണുന്നത്. എൻവയോൺമെൻറ്റ് തന്നെയാണ് അങ്ങനെ ആക്കുന്നത്. അതാണല്ലോ ഈ എത്രയും പ്രായം കുറഞ്ഞവരാണോ, റെസിസ്റ്റ് ചെയ്യാത്തവരാണോ, അത്രയും പ്രായം അത്രയും സബ്മിസീവ് ആയിരിക്കുമല്ലോ അവർ നാച്ചുറലി. എല്ലാവരും ആവശ്യമില്ലല്ലോ. അതെ, അവരെ എന്താ പറയുക, ഗ്രൂം ചെയ്തെടുത്തും ഒക്കെ ആണല്ലോ. അപ്പം മറുവശത്ത് ആക്റ്റീവായ ഒരാൾ വന്നാൽ പലപ്പോഴും പുരുഷന്മാർക്ക് പേടിയും കൂടിയാണ്. അതിപ്പോൾ വളരെ സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീയാണ് മറുവശത്തുള്ളതെങ്കിൽ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം, അത് തന്നെ മസ്കുലിനിറ്റിക്ക് ചലഞ്ചായിട്ടും വരുന്നുണ്ട്. അപ്പം ആണുങ്ങളുടെ കാഴ്ചയിൽ എപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പെണ്ണുങ്ങൾ എന്തിനാണ് അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കാര്യം, സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിൻ്റെ, നമ്മുടെ ഡിഗ്നിറ്റിയുടെ, സെൽഫിൻ്റെ ഒരു എക്സ്പ്രഷനാണത്. അപ്പോൾ എപ്പോഴും ചീത്ത വിളിക്കുന്ന, തല്ലുന്ന, എന്താ പറയുക, മോശമായിട്ട് രീതിയിൽ സംസാരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് എങ്ങനെയാണ് ഒരു സെക്ഷൽ ഡിസയർ ടുവേർഡ്സ് എ ഹസ്ബൻഡ് ഉണ്ടാവും? ഇത് പല ഫാമിലീസിലുള്ള ഒരു റിയാലിറ്റിയാണ്. ഉണ്ടാവുകയേ ഇല്ലല്ലോ. ആളെ കൊല്ലണമെന്നുള്ള തോന്നലിരിക്കും. അതിന് നമ്മുടെ ഈവൻ മെഡിക്കൽ പ്രൊഫഷനിലും അല്ലെങ്കിൽ ഇതിൽ സെക്സോളജിയിലും ഒക്കെ എന്തുവാണ് പറഞ്ഞു കൊടുക്കുന്നത്, പെണ്ണുങ്ങൾ 30 വയസ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ബോഡി ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് ആണുങ്ങളെ വശീകരിക്കൂ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്തൊരു നോൺസെൻസ് അത്! ഈ പറഞ്ഞ പോലെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് അയാളുടെ അബ്യൂസും തെറിവിളിയെല്ലാം കേട്ട് അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ അവരെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഇത് നിങ്ങളുടെ കടമയാണ്, ഇങ്ങനെ പിന്നെ സെക്സിന് വേണ്ടി സെക്സ് സർവീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് എങ്ങനെ ഡിസയർ ഉണ്ടാകും? ഡിസയർ ഉണ്ടാകുന്നെങ്കിൽ പുറത്തുള്ളവരോട് അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസയർ ഉണ്ടാവണമെങ്കിൽ ആദ്യം റെസ്പെക്ട് ഉണ്ടാവണം, അതിപ്പോൾ ആണായാലും പെണ്ണായാലും. തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പാട്രിയാർക്കിയിൽ ഇതൊന്നും ബോധേഡല്ല. പെണ്ണുങ്ങൾക്ക് ഡിസയർ ഉണ്ടായോ, അല്ലെങ്കിൽ പിന്നെ അവർ ഡിഗ്നിഫൈഡ് ആയോ, അവരോട് റെസ്പെക്റ്റ് കൊടുത്താലാണോ വരുന്നത്, ഒന്നും ബോധേഡല്ല. എന്ന് വെച്ചാൽ അല്ലാണ്ട് കിട്ടുവാണല്ലോ, അവൈലബിൾ ആണല്ലോ, സെക്സ് അവൈലബിൾ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ എന്താ പറയുക, സെക്ഷൽ സബ്ജക്റ്റായിട്ട് മാറുന്ന സമയത്ത് ഇത് അവൈലബിൾ അല്ലാതെ വരും. ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെയും പെണ്ണുങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. അവർ സെക്ഷൽ സർവീസ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതൊരു സമര രീതിയായിട്ടും കൂടെ ചില സ്ഥലങ്ങളിൽ എടുക്കുന്നുണ്ട്. അല്ല, അങ്ങനെ വേണോ വേണ്ടതെന്ന് ഞാൻ പറയല്ല. പക്ഷേ അങ്ങനെ ആവുന്ന സമയത്ത് രണ്ടുപേരും
രണ്ടുപേരുടെയും ഡിസയറിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളത് ആണുങ്ങളും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാത്തിടത്തോളം മെഡിക്കൽ ഇൻഡസ്ട്രിയും എല്ലാവരും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും, കമേഴ്സ്യലി യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. എനിക്ക് ഭയങ്കര തമാശയൊന്ന കാര്യമാണ് ലൂബ്രിക്കേഷൻ സെൻറ്റേർഡ് ആയിട്ട്. ഇത് പെനിട്രേഷന് മാത്രം വേണ്ട ഒരു കാര്യം. പെനിട്രേഷൻ മാത്രമല്ല സ്ത്രീയുടെ സെക്ഷൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് വണ്ണമന്തി ആയിരിക്കാം, അത്രയേ ഉള്ളൂ. ഇത് തലയിലാണല്ലോ ഉണ്ടാകുന്നത്, സെക്ഷൽ ഡിസയർ ഉണ്ടാകുന്നത്. അതിന് പല ഫാക്ടേഴ്സ് വരണം. അതിനകത്ത് റെസ്പെക്ട് പ്രൈമർലി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കുറേ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ ബ്രെയിൻ വർക്ക് ചെയ്യുക. അതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയും ഉള്ള ഒരു ഫ്രീഡം, എക്സ്പ്രഷൻ ഒക്കെ, ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണരുന്ന സമയത്താണ് സെക്സും അതിൻ്റെ കൂടെയാണ് ഉണരുന്നത്. ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഇവിടെ സ്ത്രീകൾക്ക് സ്പേസ് കിട്ടുന്നത് അതിൻ്റെ പാർട്ടാണ്. സെക്ഷൽ എനർജി എന്ന് പറയുന്ന മറ്റ് എനർജിയുടെ കൂടെ വരുന്ന ഒരു കാര്യമാണ്. മറ്റ് സെൽഫ് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് സെക്ഷൽ സെൽഫ് എക്സ്പ്രസ്ഡ് ആകുന്നത്. അല്ലെങ്കിൽ വെറുതെ ഡൊസൈലായിട്ട് ബാക്കിയുള്ളവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുന്നു, അത് സെക്സ് വർക്ക് തന്നെയാണ്. അതല്ലാണ്ട് വേറെ ഒരു കാര്യമൊന്നുമല്ല. സെക്സ് വർക്കിൽ പൈസയായിട്ട് കിട്ടുന്നു, മറ്റേതിൽ വേറെ ചില കാര്യങ്ങളായിട്ട് പിന്നെ സമൂഹം കാണുന്ന പ്രസ്റ്റീജോ അല്ലെങ്കിൽ വേറെ പലതുമായിട്ട് കിട്ടുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ക്വാളിറ്റേറ്റീവ്ലി. അതാണ് ഞാൻ പറയുന്നത്. മറ്റേത് പൈസയായിട്ടാണ് കിട്ടുന്നത് എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ഭാര്യ ആവുന്ന സമയത്ത് പൈസ പോലും കിട്ടാത്ത അവസ്ഥയും കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് എ വെരി സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ജെസി. ഇത് ഈ ഒരു വിഷയം ഞാൻ കുറച്ച് സംസാരിക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉള്ളതാണ്. വെച്ചാൽ അത്രയധികം ഈ മെനോപോസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ് നടക്കുകയാണ് ഇപ്പം. അത് കമേഴ്സ്യലി ഉപയോഗപ്പെടുത്തുന്നു. അതും വേണം. നമ്മൾ പല കാര്യങ്ങളും നമ്മളിപ്പം കുറച്ച് ഫേഷ്യലൊക്കെ ചെയ്യുന്ന പോലെ ഒരു കാര്യം മാത്രം, അതിനപ്പുറത്തോട്ട് അതിന് relevance illa. In fact, there is a lady called Seema Anand who talks about, very few women talk about it in social media spaces. Adil oralana Seema Anand, and she has always been talking about it as to how important it is for a woman to be treated right, to express herself. I think that pretty much sums up what you said. അതെ. ഇപ്പം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി സ്ത്രീകളുടെ വളരെ കൂടുതലാണ് കേരളത്തിൽ. ഏതാണ്ട് 78 എന്തുകൊണ്ട് പുരുഷന്മാരെക്കാൾ 5 വയസ്സ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാലം ഈ മെനോപോസൊക്കെ 45-50 ഒക്കെ ആകുമ്പോൾ ആവറേജിൽ 50 വയസ്സിലൊക്കെ മെനോപോസ് ആകും. അത് കഴിഞ്ഞുകൊണ്ട് ഇത്രയും ജീവിതം വളരെ ഡള്ളായിട്ട് ജീവിക്കാനോ എന്തിന്? എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ തന്നെ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഫ്രീഡം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സെക്ഷൽ ഡിസയറും സെക്ഷൽ എക്സ്പീരിയൻസസും കൂടിക്കൊണ്ടിരിക്കും. അത് മരിക്കുന്നവരെയുള്ളൊരു കാര്യമാണ്.